മാസപ്പടി കേസിൽ KSIDCയുടെ നിശബ്ദത ദുരൂഹമെന്ന് കേന്ദ്ര സർക്കാർ. എക്സാലോജിക്കും CMRLും തമ്മിലെ ഇടപാടിൽ വിശദീകരണം നൽകണമെന്ന ROC നോട്ടീസ് KSIDC അവഗണിച്ചു. ഷോൺ ജോർജിന്റെ പരാതിയിൽ KSIDCയുടെ വിശദീകരണം തേടിയിരുന്നു. എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ല. ഇക്കാര്യം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. സമയപരിധി കഴിഞ്ഞ ശേഷം KSIDCയുടെ ഇമെയിൽ കിട്ടി. എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ROCയുടെ കത്ത് കിട്ടി എന്നതിന്റെ ഔദ്യോഗിക മറുപടി മാത്രമായിരുന്നു അത്. അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആരോപണങ്ങളിൽ സ്വയം പ്രതിരോധിക്കാൻ പോലും KSIDC ശ്രമിച്ചില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. KSIDCയുടെ നിശബ്ദത ഒരുപാട് ദുരൂഹതകൾ ഉണർത്തുന്നതായെന്ന് ROC വിലയിരുത്തി. KSIDCയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി KSIDCയുടെ പ്രതിനിധി ഡയറക്ടർ ബോർഡിൽ ഉണ്ടായെന്ന് CMRLും അറിയിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാരിനായി ROCയുടെ മറുപടി. അന്വേഷണത്തിൽ പൊതു താൽപര്യമില്ലെന്ന KSIDC വാദം നിലനിൽക്കില്ല. CMRL കമ്പനിയിലെ രണ്ടാമത്തെ ഷെയർ ഹോൾഡറാണ് KSIDC. അത് പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ പൊതു താൽപര്യമുണ്ട്. ഇക്കാര്യം പരാതിക്കാരനായ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. SFIO അന്വേഷണത്തെ തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് വീണ്ടും കോടതി ആരാഞ്ഞു. KSIDCക്ക് CMRLിൽ നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടർ ഇല്ലേ എന്നും കോടതി ചോദിച്ചു. കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന ചിന്ത വേണമെന്നും KSIDC ഉദ്ദേശശുക്തി വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അന്വേഷണം നടക്കുന്നത് KSIDCക്കും നല്ലതല്ലേ എന്ന് കോടതി ചോദിച്ചു. സത്യം കമ്പ്യൂട്ടേഴ്സ് കേസിൽ സ്വതന്ത്ര ഡയറക്ടർമാർ ഉൾപ്പെട്ട കമ്പനിയിലേക്കും അന്വേഷണം നീണ്ടു എന്നും കോടതി നിരീക്ഷിച്ചു. CMRLനും മറ്റുള്ളവർക്കുമെതിരായ അന്വേഷണത്തെ എതിർക്കുന്നില്ല എന്ന് KSIDC കോടതിയെ അറിയിച്ചു. വിശദീകരണത്തിനായി KSIDC സാവകാശം തേടി. എക്സാലോജിക് CMRL ഇടപാടിൽ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ CMRLനോട് തങ്ങൾ വിശദീകരണം തേടിയിരുന്നു. വിശദീകരണം നൽകാൻ CMRL തയ്യാറായില്ല എന്ന് KSIDC ഹൈക്കോടതിയെ അറിയിച്ചു. അന്വേഷണം സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും സൽപ്പേരിന് കളങ്കം വരുത്തുമെന്നും CMRLന്റെ ദൈനംദിന ഇടപാടുകളിൽ ബന്ധമില്ലെന്നും KSIDC ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിൽ പൊതു പണമാണെന്നുള്ളതെന്നും സ്ഥാപനത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള കുറ്റകരമായ പ്രവൃത്തികൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണത്തിലെ വ്യക്തമാകുമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ KSIDC നടപടി നേരിടണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടില്ല. മാസപ്പടി കേസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട യഥാർത്ഥ രേഖകൾ CMRL സമർപ്പിച്ചിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ഹർജി 26ലേക്ക് കോടതി വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്.